കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പിന്റെ മറവിൽ വ്യാപകമായി കുന്നിടിച്ചു നികത്തുന്നു. എറണാകുളം ജില്ലയിലെ രാമമംഗലം, പാമ്പാക്കുട ഭാഗങ്ങളിലാണ് കുന്നിടിച്ചു നികത്തി മണ്ണെടുപ്പ് തുടരുന്നത്. ഇതുമൂലം പാരിസ്ഥിതിക ആഘാതത്തോടൊപ്പം കുടിവെള്ള പ്രശ്നവും രൂക്ഷമാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പകലും രാത്രിയുമില്ലാതെ അധികാരികളുടെ ഒത്താശയോടെ കൂടി തന്നെ ഒരു കുന്ന് എങ്ങനെ ഇല്ലാതാകുന്നു എന്നത്. മൂവാറ്റുപുഴ പാമ്പാക്കുടയിലെ ഏറ്റവും ഉയരം കൂടിയ ചെട്ടിക്കണ്ടം മംഗലത്തുമലയാണ് ഇത്. ദിവസേന നൂറുകണക്കിന് ലോറികളാണ് ഇവിടെ നിന്നും മണ്ണുമായി പോകുന്നത്. അനധികൃതമായി മണ്ണെടുപ്പ് നടത്തുന്നില്ലെന്ന് റവന്യൂ വില്ലേജ് ഓഫീസർമാർ ഉറപ്പുവരുത്തണമെന്ന ഹൈക്കോടതി വിധി ലംഘിച്ചാണ് മണ്ണുമാഫിയയുടെ പ്രവർത്തനം. അണ്ടർ-17 വേൾഡ് കപ്പിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സമിതിയാണ് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് അധികൃതർ പറയുന്നു. ഇതിന്റെ മറവിലാണ് മണ്ണുമാഫിയ പിടിമുറുക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കളക്ടർ അടക്കമുള്ള ആളുകൾ പണം പറ്റിക്കൊണ്ട് ഈ മണ്ണെടുപ്പിന് കൂട്ടുനിൽക്കുന്നത്. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടുള്ള മണ്ണുമാഫിയുടെ പ്രവർത്തനം മൂലം പാരിസ്ഥിതിക ആഘാതം മാത്രമല്ല രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഉണ്ടാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് ലോഡ് പോയപ്പോൾ പുറകെ പോയി നോക്കിയപ്പോൾ കൂത്താട്ടുകുളത്ത് കൊണ്ടുപോയി 2 ലോഡ് 3 ലോഡ് മണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ട്. മണ്ണെടുക്കുന്നത് തടയാൻ പാടില്ലെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവുള്ളതിനാൽ പോലീസും നോക്കുകുത്തികളാവുകയാണ്. മണ്ണ് കൊണ്ടുപോകുന്ന ലോറികളിൽ ലോകകപ്പ് ആവശ്യത്തിനെന്ന ബോർഡ് പതിക്കണമെന്നാണ് കളക്ടറുടെ ഉത്തരവ്. ഇതും ലംഘിക്കപ്പെടുന്നുവെന്നതാണ് വാസ്തവം. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കനൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അനൂപ് ജേക്കബ് MLA ടെലിഫോൺ ലൈനിൽ. അനൂപ് ജേക്കബ്, ഇവിടെ അണ്ടർ-17 ലോകകപ്പിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണ്ണെടുക്കുന്നതിന് കളക്ടർ അധ്യക്ഷനായ സമിതിയുടെ പ്രത്യേകമായ അനുമതിയുണ്ട്. പക്ഷേ ആ അനുമതി ഒന്നിന്റെ മറവിൽ വലിയ തോതിൽ ജില്ലയിൽ കുന്നിടിക്കപ്പെടുകയാണ്. പലപ്പോഴും മണ്ണ് കൊണ്ടുപോകുന്നത് ലോകകപ്പ് ആവശ്യത്തിനുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്കല്ല, ലോകകപ്പ് ആവശ്യത്തിനെന്ന് പ്രത്യേകമായ ബോർഡ് വെച്ച് മാത്രമേ മണ്ണ് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശമുള്ളപ്പോൾ അതില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും മണ്ണ് കൊണ്ടുപോകുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങേയറ്റം മോശമാണ്, കുടിവെള്ളമില്ല നാട്ടിൽ എല്ലായിടത്തും എന്നതുകൂടി അറിയാം. എങ്ങനെയാണ് ഈ തരത്തിലുള്ള നിയമലംഘനം ഇങ്ങനെ കൺമുന്നിലൂടെ നടത്താൻ കഴിയുന്നത്? ഇതിൻ്റെ അകത്ത് ഈ മലകളും ഇടിച്ചു നിരത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽ ഇന്നലെയാണ് വന്നത്. ഞാനത് വന്ന വഴി ഞാൻ RDO വിളിച്ചു. അപ്പൊ നിങ്ങളിപ്പോ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് RDO എനിക്ക് നൽകിയ മറുപടി. അതിൻ്റെ അകത്ത് ഫിഫയുടെ ആവശ്യത്തിനായിട്ട് ഇത് എടുക്കുകയാണ്, ഇതിന്റെ ബാക്കി എല്ലാ പേപ്പേഴ്സും കറക്റ്റ് ആണ് എന്ന നിലയിലാണ് RDOനോട് പറഞ്ഞത്. ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തത് ഈ സ്ഥലം പോയി നോക്കി ഇതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള പരാതികൾ, അത് എന്നെ വിളിച്ചത് അവിടെ നിന്നുള്ള ലോക്കൽസായിട്ട് ആരും എന്നെ വിളിച്ചില്ല, അവിടെ നാട്ടുകാരും എന്നെ വിളിച്ചില്ല, എന്നെ പത്രക്കാരാണ് വിളിച്ചത്. അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിഞ്ഞതും. ഞാൻ അപ്പൊ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു, ഇതിന്റെ വാസ്തവം എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മറുപടിയാണ് കിട്ടിയത്. എന്തായാലും നമുക്ക് ഇക്കാര്യത്തില് ഇതിന്റെ ഇപ്പൊ പേപ്പേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. കുന്നുകൾ ഇടിച്ച് നിരത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം വളരെ വലുതാണ്. അപ്പൊ ഇതിനകത്ത് ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ വശങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കളക്ടറെ ബന്ധപ്പെടുന്നുണ്ട്. അനൂപ് ജേക്കബ്, താങ്കൾ RDOയുമായി സംസാരിച്ചു എന്നും RDO അക്കാര്യത്തിൽ പറഞ്ഞ മറുപടി എല്ലാ പേപ്പറുകളും പൂർണ്ണമാക്കുകയും നടപടിക്രമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത് പുരോഗമിക്കുന്നതെന്നുമാണ്. പക്ഷേ ഇതിനകത്തെ പ്രശ്നം അത് ആ ആവശ്യത്തിന് വേണ്ടി എന്ന ലേബലിൽ അതിന്റെ മറവിൽ വലിയ തോതിൽ മാഫിയ മണ്ണിടിച്ച് വേറെ പല മേഖലകളിലേക്കും കൊണ്ടുപോവുകയാണ്. ആവശ്യമായതിലും കൂടുതൽ മണ്ണിടിക്കുകയാണ്. അങ്ങനെ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു. ഇത് പാരിസ്ഥിതിക ആഘാതം എന്നതിനേക്കാൾ അപ്പുറത്ത് വലിയ നിയമലംഘനം നടക്കുന്നുണ്ട്. RDO എല്ലാ കാര്യങ്ങളും പറയുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, തീർച്ചയായിട്ടും അത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം കൂടുതൽ ഗൗരവമേറിയതാണ്. കാരണം ഒരു ഇന്നൊരു പർപ്പസിനായിട്ടാണ് മണ്ണെടുക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ഈ പറയുന്ന ആൾക്കാര് അത് മറ്റ് ആവശ്യങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ മറവിൽ മറ്റ് ക്രമക്കേടുകൾക്ക് കാരണമാവുന്നു എന്നുള്ളതാണ് അനുമാനിക്കാൻ. അപ്പൊ എന്തായാലും ഈ വിഷയം അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം പരിശോധിക്കണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ച് കളക്ടറോട് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അടിയന്തരമായി ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. പിന്നീട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് എന്തായാലും നമുക്കറിയാം, ഇതിന്റെ മണ്ണെടുക്കുന്ന അടക്കമുള്ള കാര്യം ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പഴയതുപോലൊന്നും അല്ല. മൈനിങ് ആൻഡ് ജിയോളജി അടക്കമുള്ളതൊക്കെ ക്ലിയറൻസ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴും ഒരു പ്രദേശത്തിന്റെ പരിസ്ഥിതിക്ക് കോട്ടം വരാത്തതിലേ പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ആഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്, അതിലേക്കാണ് കടക്കുന്നത്. അനൂപ് ജേക്കബ്, ഇക്കാര്യത്തിൽ താങ്കൾ സർക്കാരുമായും
ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവുമായും വേഗത്തിൽ ഇടപെട്ട് ഇതിനകത്തെ അനധികൃത ഇടപാടുകൾ തടയുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കട്ടെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ എന്നെ വേറെ 2 ടിക്കറ്റ് പേഴ്സൺസ് വിളിച്ചപ്പോഴാണ് ഈ വിഷയന്റെ ശ്രദ്ധയിൽ വരുന്നത്. ഞാൻ അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ വിളിച്ചു. അതെന്താണെന്നുള്ളത് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് നൽകിയ മറുപടി, അത് ലീഗലൈസ് ചെയ്താണ് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം പേപ്പർ വർക്ക്സും ഉണ്ട്, എല്ലാം ക്ലിയർ ആണ് സാർ, ഇങ്ങനെയാണ് അതിന്റെ വിഷയങ്ങളെന്നാണ് RDO എനിക്ക് ഇന്നലെ നൽകിയ മറുപടി. എന്തായാലും ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനത് കളക്ടറോട് ഞാൻ സംസാരിച്ച് അക്കാര്യം എല്ലാ വശങ്ങളും പരിശോധിച്ചേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ അനധികൃത കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് തടയുകയും ചെയ്യും. MLA ദയവായി താങ്കൾ ഒന്ന് തുടരുമോ? തിരക്കില്ലെങ്കിൽ സുഷമ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സുഷമ, എന്താണ് ഈ മണ്ണിടിക്കുന്നതിന്റെ പേരിൽ അവിടെ ശരിക്കും നടക്കുന്നത്? വലിയ നിയമലംഘനം നടക്കുന്നുണ്ടോ? ആവശ്യമായതിലും അധികം മണ്ണ് വേറെ മേഖലകളിലേക്കും കൊണ്ടുപോകുന്നുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ എന്റെ അടുത്ത് വന്നപ്പോൾ അപ്പോൾ തന്നെ ഞാൻ RDOയുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ജില്ലാ കളക്ടറെയും ഞാൻ വിളിച്ച് വിവരം ധരിപ്പിക്കുകയും ഇത് നിയമപരമായിട്ട് തന്നെ മണ്ണെടുക്കുന്നതാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അതുപോലെ തന്നെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മണ്ണെടുക്കുന്നത് എന്നും വേൾഡ് കപ്പ് 2017 കൊച്ചിയുടെ നോഡൽ ഓഫീസർ അറിയിച്ചിട്ടുള്ള ഇത് അനുമതിയോടുകൂടി തന്നെയാണ് മണ്ണെടുക്കുന്നതെന്നുള്ളൊരു അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഈ മണ്ണ് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇപ്പോൾ വേൾഡ് കപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്കല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും മണ്ണ് കൊണ്ടുപോകുന്നത് കാണുന്നു. വേൾഡ് കപ്പ് ആവശ്യത്തിന് എന്ന് ബോർഡ് വെക്കാതെ ലോറികൾ പായുന്നത് കാണാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നാണ്. അങ്ങനെയുള്ളതായിട്ടൊരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. മിഖായൽ എന്ന നാട്ടുകാരൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ മിഖായൽ, അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ചില ആളുകൾ പറഞ്ഞു കേട്ടത്. തീർച്ചയായും സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ പ്രദേശത്ത് കഴിഞ്ഞ 3-ാം തീയതി മുതൽ സമര പോരാട്ടങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. ഇന്നിപ്പോ ഏകദേശം 21-ാം തീയതിയായി. 17-18 ദിവസമായിട്ട് ഈ മേഖലയിൽ സമരത്തിലാണ് ഈ ജനകീയ സമിതി. ഈ കളക്ടർ അടക്കമുള്ള ഓർഡറിൽ 2 മീറ്റർ താഴെ ഒരു കാരണവശാലും മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ള ആ രീതിയിലാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. 22,500 മെട്രിക് ടൺ മണ്ണാണ് ഇതിനകത്ത് എടുക്കേണ്ടതായിട്ടുള്ള അനുമതിയിലുള്ളത്. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും കൃത്യമായ രീതിയിൽ RDOയ്ക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് കൊടുത്തു. ഞങ്ങൾ അതിന്റെ വിവരാവകാശം എടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അനധികൃതമായി ആലപ്പുഴയ്ക്കടക്കം മണ്ണ് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള കൃത്യമായ രീതിയിലുള്ള വിവരാവകാശം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഖനന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ഇടവേള ജിയോളജിസ്റ്റും പരിശോധിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും ഡെയിലി ഈ ഖനന സമയത്തുള്ള ഡെയിലി റിപ്പോർട്ട് ജില്ലാ കളക്ടറുടെ മെയിലിലോട്ട് കൊടുക്കണം എന്നുള്ളതുണ്ട്. എന്നാൽ ഈ കണ്ടീഷൻസിൽ മഹാഭൂരിപക്ഷം വ്യവസ്ഥകളും പാലിക്കാതെയാണ് ഈ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിഖായൽ, അവിടെ മണ്ണിടിക്കുന്നതിന്റെ വ്യവസ്ഥകൾ ലംഘിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തെ വ്യവസ്ഥകൾ ലംഘിക്കുന്നുണ്ട്. ചട്ടവിരുദ്ധമായി മണ്ണെടുക്കുന്നു എന്ന കാര്യം ജില്ലാ ഭരണകൂടത്തെ ബോധിപ്പിച്ചിട്ടുള്ളതാണോ? തീർച്ചയായിട്ടും പല തവണ പല രീതിയിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നേരിട്ടും അല്ലാതെ എല്ലാം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അനൂപ് ജേക്കബ്, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മണ്ണിടിക്കുന്നതിന് ആ സ്ഥലത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് ചട്ടങ്ങളുണ്ട്, അത് ലംഘിക്കുന്നുണ്ട്. പിന്നെ മണ്ണ് എന്താവശ്യത്തിന് ഉപയോഗിക്കണമെന്ന നിഷ്കർഷിച്ചിട്ടുണ്ട്, അതിൻ്റെ ലംഘനവുമുണ്ട്. അത് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും അവർ ഇടപെടുന്നില്ല. ഇന്നലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായ താങ്കൾ വിളിച്ചു ചോദിക്കുമ്പോൾ ചട്ടപ്രകാരമാണ് അവിടെ മണ്ണെടുപ്പ് നടക്കുന്നത് എന്ന നിരുത്തരവാദപരമായ മറുപടി പറയുകയാണ്. ഈ ആതുരകാലത്ത്, ഇത്രമേൽ ബുദ്ധിമുട്ടേറിയ കാലത്തും നമ്മുടെ ഭരണകൂടം, നമ്മുടെ അധികാരികൾ പരിസ്ഥിതി നാശത്തോട് സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. അല്ല, ഇത് അങ്ങനെയുള്ള ഇപ്പൊ ശ്രീ മിഖായൽ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ വളരെ ഗൗരവമേറിയ ആക്ഷേപമാണത്. കാരണം അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും അതിന്റെ അകത്ത് അതിനനുസരിച്ചുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഞാനത് അന്വേഷിപ്പിക്കും. ഞാനത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വിഷയത്തിൽ കുറച്ചുകൂടെ ഗൗരവമായി തന്നെ ഇടപെടാം. ഞാൻ കളക്ടറെ വിളിച്ചിട്ട് അതിന്റെ എന്നോട് ഈ ചാനലിൽ കൂടെ പറഞ്ഞ വിഷയങ്ങൾ കൂടി പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കേണ്ടി വരും. വില്ലേജ് ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് റിപ്പോർട്ട് കൊടുക്കുന്നത്. അവരതിൻ്റെ അകത്ത് വസ്തുത മറച്ചു വെച്ചാണ് ഈ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാവും.
ആ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാമെന്ന് ഉറപ്പ് നൽകുകയാണ് MLA അനൂപ് ജേക്കബ്. താങ്കൾ പ്രതീക്ഷ വയ്ക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ അനൂപ് ജേക്കബ്, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി, ഒപ്പം നാട്ടുകാരനായ മിഖായിൽ, ഒരിക്കൽ കൂടി നന്ദി.